വാർത്തകൾ വിശദമായി നോക്കാം. ടി.വി.കെ നേതാവും നടനുമായ വിജയുടെ കരൂരിലെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ എണ്ണം 39ആയി. 9 കുട്ടികളും 17 സ്ത്രീകളും 13 പുരുഷന്മാരുമാണ് മരിച്ചത്. 111 പേർക്ക് പരിക്കേറ്റു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി തുടങ്ങി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് അരുൺ ജഗദീശയാണ് അന്വേഷണ ചുമതല. കരൂരിൽ നിന്ന് വിമാനമാർഗം ചെന്നൈയിലെത്തിയ വിജയ് വീട്ടിൽ തുടരുകയാണ്. പ്രതിഷേധ സാധ്യതയെ തുടർന്ന് വിജയുടെ വീടിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് തമിഴ്നാട് DGP പറഞ്ഞു. വിവരങ്ങളുമായി കാളിദാസനാണ് ചേരുന്നത്. കാളിദാസൻ, മരണസംഖ്യ ഉയരുകയാണ്. അതോടൊപ്പം തന്നെ നെഞ്ചുലയ്ക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കുട്ടികളടക്കം ഈ മരണത്തിൽ ഇരയായി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് കാളിദാസൻ? രേണുക, ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. 111 പേരാണ് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. നമുക്കറിയാം 10,000 പേർക്കാണ് അനുമതി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 15,000-ഓളം പേർക്ക് അനുമതി ഉണ്ടായിരുന്നിടത്താണ് അതിൻ്റെ 5 ഇരട്ടി ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ റാലിയുടെ ഭാഗമായി ടി.വി.കെ അധ്യക്ഷൻ വിജയെ കാണാനായി എത്തിയവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അവർ അതിൽ നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. അതിൽ അത്രയും അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റവരുടെ നിലയിൽ, ആരോഗ്യനിലയിൽ വലിയ രീതിയിലൊരു ആശങ്ക തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളൊക്കെ അനുസരിച്ച് ഉദയനിധി സ്റ്റാലിൻ കരൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഉപമുഖ്യമന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ കരൂരിലുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മന്ത്രിമാരും MK സ്റ്റാലിനും ഒക്കെ തന്നെ കരൂരിലുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കം അനുശോചനം രേഖപ്പെടുത്തിയൊരു സാഹചര്യം കൂടിയാണ്. എല്ലാവരും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ ഇപ്പോൾ കരൂരിൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയാണ്. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. രേണുക സൂചിപ്പിച്ച പോലെ തന്നെ അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഉണ്ടാവുക. റിട്ടയർഡ് ജഡ്ജിയാണ്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകും. ഈ ഒരു അന്വേഷണത്തിന് ശേഷമാകും ആരാണ് ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദി എന്നുള്ളതും കൂടി സ്ഥിരീകരിക്കാനാവുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളടക്കം കരൂരിലെത്തിയ ഒരു സാഹചര്യത്തിൽ പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി നൽകുന്നൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതിൽ വിജയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അന്വേഷണത്തിന് ശേഷം നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും കൂടിയാണ്. അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ടോ അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും കൂടിയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒപ്പം തന്നെ ആളുകൾ കണ്ണീരിൽ കുതിർന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് കരൂരിൽ എന്നുള്ളതാണ് ഏറെ സങ്കടകരം. കാരണം ഇത്തരത്തിലൊരു ദുരന്തം നേരത്തെ തന്നെ ടി.വി.കെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു കരുതൽ ഇതിനെ സംബന്ധിച്ച് വേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ഇത്തരത്തിലുള്ള മഹാറാലികളും ഇത്തരത്തിലുള്ള മഹാസംഗമമൊക്കെ ടി.വി.കെ നേരത്തെ തന്നെ നടത്തിയതാണ്. അല്ലെങ്കിൽ ടി.വി.കെ എന്നുള്ളതിലുപരി ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു മഹാസംഗമമൊക്കെ നടന്നു വരുന്നതാണ്. ആ ഒരു സമയത്ത് പോലും ടി.വി.കെ നേതൃത്വത്തെ അല്ലെങ്കിൽ കൃത്യമായി ഒരു പേര് പറഞ്ഞ് അറിയാൻ സാധിക്കുന്ന ഒരു നേതാക്കൾ പോലും ഇപ്പോഴും തമിഴക വെട്രി ഘടകത്തിനില്ല എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു നേതൃപാഠവുമുള്ള ഒരു നേതാക്കളും ടി.വി.കെ എന്ന പാർട്ടിക്കില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടിയാണ്. വിജയ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ് എന്നുള്ളതിലുപരി വിജയെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അറിയുന്നത് സിനിമാ നടൻ എന്നുള്ള നിലയിലാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു താരം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രഭാവം വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ. അല്ലെങ്കിൽ വിജയ് എന്ന ഒരു വ്യക്തി വരുമ്പോൾ എത്രത്തോളം ആളുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ടി.വി.കെ ഒരു പാർട്ടി രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന റാലികളാണ്. അപ്പോൾ അധ്യക്ഷനായ വിജയ് ഇതിലൊരു തീരുമാനമെടുക്കുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അധ്യക്ഷൻ്റെ മഹാറാലി വരുന്ന സമയത്ത് അതിന് കൃത്യമായൊരു തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്, കൃത്യമായൊരു നിയന്ത്രണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിൽ
മനസ്സിലാക്കി അതിന് കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതിൽ പോലീസിനോടൊപ്പം തന്നെ TVK നേതൃത്വത്തിനും പങ്കുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉയർന്നൊരു വിമർശനമാണ്. കാരണം ഇന്നിപ്പോൾ 3000-ഓളം പോലീസുകാർ അവിടെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ഇന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു റാലിയുടെ ഭാഗമായി സുരക്ഷയ്ക്കായി എത്തിയ പോലീസ് എന്ന് പറയുന്നത് 500 പേരാണ്. അതിനെ സംബന്ധിച്ച് പോലീസ് മേധാവി തന്നെ ഒരു മറുപടിയൊക്കെ പറഞ്ഞിരുന്നു. 500 പോലീസുകാരെയൊക്കെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പിഴവുകളൊന്നുമില്ല എന്നുള്ള തരത്തിലൊരു പ്രതികരണമാണ് പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ലഭിച്ചത്. എന്നാൽ ഇന്നത്തെ ദിവസം ഈ ദുരന്തം നടന്നതിന് ശേഷം 3000-ഓളം പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. ഈ 3000 പോലീസുകാർ കഴിഞ്ഞ ദിവസം ഈ ഒരു റാലിയുടെ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം അപകടം, ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ ആ പ്രദേശവാസികളടക്കം ഉയർത്തുന്നുണ്ട്. ഇതോടൊപ്പം ഈ TVK അനുഭാവികൾ തന്നെ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായൊരു പിഴവാണ്, അല്ലെങ്കിൽ സർക്കാർ വലിയ രീതിയിൽ ഈ ഒരു റാലിയെ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയ് ആരാധകരുടെയൊക്കെ തന്നെ വാദം ഇപ്പോഴും അവർ വിജയുടെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ TVK ആണ് ശരി, അല്ലെങ്കിൽ വിജയ് ആണ് ശരി എന്നുള്ള തരത്തിലേക്ക് വരെ പ്രതികരിക്കുന്ന അനുഭാവികൾ, ആരാധകർ ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറെക്കുറെ ഖേദകരം. കാരണം എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലീസിന് മാത്രമാണ് പൂർണ്ണ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് പോലീസിന് മാത്രമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവ് തന്നെയാണുള്ളത്. കാരണം അതൊരു നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച്, ഒരു പോലീസ് എത്തുന്നതിനെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായൊരു നിർദ്ദേശം, അല്ലെങ്കിൽ പോലീസ് എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ, നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്, കേരളത്തിൽ നിരവധി റാലികൾ സംഘടിപ്പിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാത്തരം പാർട്ടികളും, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോൾ നിലവിലുള്ള എല്ലാ പാർട്ടികളുടെയും റാലി നമ്മൾ കണ്ടതാണ്. അത് എത്രത്തോളം സംഘടനാ പാടവത്തോടെ നടന്ന ഒരുപാട് റാലികൾ, അല്ലെങ്കിൽ സർക്കാരാകട്ടെ, ഇവിടുത്തെ ഭരണപക്ഷമാകട്ടെ, പ്രതിപക്ഷമാകട്ടെ, അവരൊക്കെ നടത്തിയ റാലികളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ റാലിയെ സംബന്ധിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഈ റാലിയിൽ എത്രത്തോളം ആളുകൾ വരും എന്നുള്ളൊരു സൂചനയൊക്കെ അവർക്ക് കൃത്യമായും ഉണ്ടാകും. അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നിർദ്ദേശം പോലീസിനോട് വരെ നൽകാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിനോടും കൂടി സംസാരിച്ച ശേഷം, അല്ലെങ്കിൽ പോലീസിനും കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള റാലികളൊക്കെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിപ്രസരം, ജനങ്ങളുടെ ഒരു അതിപ്രസരം ഉണ്ടാകും എന്നുള്ളൊരു സൂചന വന്നാൽ സാധാരണ നിലയിൽ പോലീസ് തന്നെ ഈ നേതൃത്വത്തോട് അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നേരത്തെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിലും അധികമാകും ആളുകൾ, അപ്പോൾ അതിന് കൃത്യമായി ഒരു ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ശ്രദ്ധ എന്തായാലും വേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത ഒരു പരസ്പര സഹകരണത്തോടെയാണ് ഇത്തരത്തിലൊരു റാലിയിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു പാർട്ടിയും അതിന് സുരക്ഷ ഒരുക്കുന്ന പോലീസും ഒക്കെ ഉണ്ടാവുക. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ TVK അനുഭാവികളെ സംബന്ധിച്ച്, വിജയ് ആരാധകരെ സംബന്ധിച്ച് പിഴവുണ്ടായിരിക്കുന്നത് പോലീസുകാരുടെ ഭാഗത്താണ് എന്ന് പറയുമ്പോഴും, ഇപ്പുറത്ത് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഈ വിജയുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലെങ്കിൽ TVK നേതൃത്വത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഇതിൽ രണ്ടും കഴമ്പുണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ കഴമ്പില്ല എന്നും പറയാം. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു നിമിഷം വരുന്നത്. എന്തായാലും സങ്കടകരമായ ഈ ഒരു മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വലിയ സങ്കടകരമാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ തമിഴ്നാട്ടിലെ പാർട്ടികളൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി നൽകുന്നൊരു സാഹചര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. കാരണം അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇതിലൊരു അന്വേഷണം നടക്കട്ടെ, എന്താണ് ഇതിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള മാധ്യമ
മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തായാലും ഇതിനൊരു അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം കൃത്യമായി പറയാമെന്നുള്ളതും കൂടിയാണ്. കാരണം ഈ ഒരു അന്വേഷണത്തിൽ ഈ ഒരു സംഭവത്തിൽ ആർക്കാണ് ഈ ഒരു സംഭവത്തിൽ പങ്ക് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് ആരാണ് എന്നുള്ളത് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. അതിനൊരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് വേണ്ടത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതും അതിവേഗം പ്രഖ്യാപിച്ചിരിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം കൂടി എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. നിരവധി കുട്ടികൾ മരിച്ച 9 കുട്ടികളാണ് മരിച്ചത്. അതിൽ 1.5 വയസ്സുകാരായ കുട്ടികളടക്കം ഉണ്ട്. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. കാരണം ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ അച്ഛൻ കരയുന്ന കാഴ്ചകളൊക്കെ ഏറെ വേദനാജനകമാണ്. അപ്പോൾ ഈ മരിച്ച ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ, ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ ഒരു തുടക്കത്തിലെ ദൃശ്യങ്ങളുണ്ട്. കാരണം 12 മണിക്ക് എത്തേണ്ട വിജയ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കരൂരിൽ 12 മണിയോടെ 12:30യോടെയാണ് ഇവിടെ ഒരു ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ഒപ്പം തന്നെ അതിന് മുൻപ് നാമക്കലിൽ വിജയ്ക്ക് ഇതേപോലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. 8 മണി 8:30യോടുകൂടിയാണ് ആ ഒരു ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ട്രിച്ചിയിൽ നിന്നും ഈ വിജയ് പുറപ്പെടുന്നത് തന്നെ 8 മണിക്കാണ് എന്നുള്ളതാണ് നമുക്ക് സൂചന കിട്ടിയത്. അതായത് നാമക്കലിലേക്ക് എത്തുമ്പോൾ അത് 2 മണിയായി എന്നുള്ളതും കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായി TVK നേതൃത്വത്തിനും അറിയാം, അല്ലെങ്കിൽ TVK അധ്യക്ഷനായ വിജയ്ക്കും അറിയാം. തനിക്കുള്ള വ്യക്തിപ്രഭാവം എത്രത്തോളമാണെന്നും തനിക്ക് എത്രത്തോളം പേരെ സ്വാധീനിക്കാവുമെന്നുള്ള കൃത്യമായ ബോധമുള്ള ഒരു വ്യക്തി കൂടിയാണ് TVK അധ്യക്ഷൻ വിജയ് എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കൃത്യസമയത്ത് ഇറങ്ങുക എന്നുള്ളതും കൂടിയാണ്. കാരണം ഇത്രത്തോളം കാലതാമസം വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ള ചിന്തയിലേക്കൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. കാരണം എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ കാണാനായി ഇറങ്ങുകയാണ്. ഉദ്ദേശം നല്ലതായിരുന്നു, അല്ലെങ്കിൽ സതുദ്ദേശം തന്നെയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഇതിന് കൃത്യമായൊരു സമയക്രമം ഉണ്ടെങ്കിൽ ആ സമയക്രമം പാലിക്കുക എന്നുള്ളൊരു കടമ കൂടി TVK അധ്യക്ഷൻ വിജയ് ചെയ്യണമായിരുന്നു എന്നുള്ള തരത്തിലും ഒക്കെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. കാരണം 8 മണിക്ക് 8:30 നാമക്കലിൽ തുടങ്ങേണ്ട പരിപാടിക്ക് TVK അധ്യക്ഷൻ വിജയ് ട്രിച്ചിയിൽ നിന്നും 8 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കൃത്യമായി ഇതേപോലെ ആളുകളുണ്ടാവും, ജനാവലി ഉണ്ടാവും, ജനങ്ങളുടെ ആരവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും സമയം എടുത്തേ തനിക്ക് എന്തായാലും തൻ്റെ ഈ ഒരു വാഹന വ്യൂഹത്തിന് അങ്ങോട്ട് എത്താൻ പറ്റൂ എന്നുള്ളൊരു ബോധം അധ്യക്ഷനായ വിജയ്ക്ക് എന്തായാലും തീർച്ചയായും വേണ്ടതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് ദുരന്തത്തിലേക്കൊക്കെ മാറിയിരിക്കുന്നു. എന്തായാലും നാമക്കലിലേക്ക് എത്തുന്നത് തന്നെ 2 മണിയോടെയാണ്. അതായത് ഇവിടെ 12 മണിക്ക് നിശ്ചയിച്ചിരുന്ന ആ ഒരു പരിപാടി കരൂരിൽ 12 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നാമക്കലിൽ 8:30 നിശ്ചയിച്ചിരുന്ന പരിപാടിക്ക് അദ്ദേഹം എത്തുന്നത് 2 മണിക്കാണ്. പിന്നീട് ഇതേപോലെ ഒരു ജനാവലി കടന്നിട്ടാണ് അദ്ദേഹം പിന്നീട് ഈ ഒരു കരൂരിലേക്ക് എത്തുന്നത്. കരൂരിലേക്ക് എത്തിയപ്പോൾ 5 മണിയായി. അതിനുശേഷം 7 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചത്. ഈ പ്രസംഗിക്കാൻ ആരംഭിച്ച സമയത്ത് നിരവധി ആരാധകർ അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന മരത്തിൽ കയറി വിജയ്ക്ക് അഭിവാദ്യം നൽകുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഈ മരം പൊട്ടി വീഴുന്ന, ഈ മരച്ചില്ല പൊട്ടി വീണിരുന്നു. അതിനുശേഷമാണ് വിജയ് അവിടെ നിന്ന് പ്രസംഗം നിർത്തി മടങ്ങിയത്. കാരണം ഈ ഒരു സാഹചര്യം അവിടെ തുടർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും എന്നുള്ളത് തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം കുറച്ച് സമയം കൂടി ഈ അധ്യക്ഷൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ ആഴം അത്രത്തോളം വലുതായേനെ. കാരണം ഇപ്പോൾ നമ്മൾ 39 എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ അതിലും അധികമായേനെ ചിലപ്പോൾ ഈ ഒരു മരണനിരക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഈ വിജയെ കാണാനായി, അല്ലെങ്കിൽ വിജയുടെ അടുത്തെത്താനായി നിരവധി ആരാധകർ തന്നെ പലരുടെ തോളിൽ ചവിട്ടി മുമ്പോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായി തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് അത് തോളിൽ ചവിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 11 മണി മുതൽ വിജയെ കാണാനായി നിൽക്കുന്നവരാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നിരവധി പേർ മോഹാലസ്യപ്പെട്ട് വീണിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമയം കൊണ്ട് അത്രയും കുഴഞ്ഞു വീണ ആൾക്കാരും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിക്കും തിരക്കും കൂടി ഉണ്ടാവുന്ന ഒരു സമയത്ത് ഈ മോഹാലസ്യപ്പെട്ട് നിൽക്കുന്ന, ഈ ക്ഷീണിതരായി നിൽക്കുന്ന ആൾക്കാർക്ക് തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും, അല്ലെങ്കിൽ
കായികപരമായി അവർക്കൊന്ന് പ്രതിരോധിക്കാൻ പോലും ഉള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലായിരുന്നു ഈ നിൽക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്കും. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുകയുള്ളൂ. 39 പേരിൽ നിന്നത് അല്ലെങ്കിൽ മരണം 39 ഭാഗ്യം എന്ന് തന്നെ പറയാൻ പറ്റൂ. അത്രത്തോളം ക്ഷീണിതരായി 11 മണി മുതൽ 6 മണി വരെ 7 മണി വരെ ഈ ഒരു തിരക്കിൽ ഒരു സ്ഥലം പോലും മാറാതെ, അല്ലെങ്കിൽ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥാനം പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ 12 മണി മുതൽ 11 മണി മുതൽ 7 മണി വരെ നിന്ന നിരവധി ആളുകൾ, ഇവർക്കൊന്നും കുടിവെള്ളം ലഭിക്കാനുള്ള ഒരു സൗകര്യം പോലും അവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെ ആരായിരുന്നു കൃത്യമായി ഒരുക്കേണ്ടിയിരുന്നത്? TVK നേതൃത്വമായിരുന്നു ഇതൊക്കെ ഒരുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സുരക്ഷയെ സംബന്ധിച്ച മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതായിരുന്നു പോലീസായിരുന്നു. അപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് വിമർശനം അത്രത്തോളം അന്തരീക്ഷത്തിൽ കൃത്യമായ രീതിയിൽ ഇല്ല എന്നൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്തായാലും DMK നേരിടേണ്ട ചില ചോദ്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് DMK സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്ന ഒരു ഹാള് എന്തുകൊണ്ടാണ് TVKക്ക് നൽകിയില്ല? അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ അവിടെ ഒരു പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നൊരു കാര്യത്തിലും കൂടെ വേണം. അതോടൊപ്പം തന്നെ കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 3000 പോലീസ് അവിടെ എത്തിയ സമയത്ത് ഇന്നലെ വെറും 500 പോലീസ് മാത്രമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട്? അപ്പം DGPയും ഈ ഒരു ചോദ്യത്തിന് എന്തായാലും മറുപടി പറയണം. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതെന്നൊരു കാര്യത്തിൽ കൂടി വ്യക്തത വന്നിട്ടുണ്ട്. 500 പോലീസ് മതിയായിരുന്നോ എന്നും. കാരണം 10,000 പേർക്കാണ് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയിട്ടും എന്തുകൊണ്ട് 500 പോലീസിൽ മാത്രം ഒതുക്കി നിർത്തി, അല്ലെങ്കിൽ കൃത്യമായൊരു സുരക്ഷ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ മരണസംഖ്യയിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും DMK ഇതിൽ നിന്ന് എന്തായാലും കൃത്യമായ മറുപടി പറയണ്ടേ കാളിദാസൻ? രേണുക, DMK കൃത്യമായൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ DMK സർക്കാരാണ് അവിടെ ഉള്ളത്. ഈ ഒരു മുഖ്യമന്ത്രി അടക്കം ഒരു കൃത്യമായൊരു മറുപടി നൽകേണ്ടിയിരിക്കുന്നു. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ ആ അന്വേഷണത്തിന് ശേഷം നടപടികൾ എന്നുള്ളതാണ് MK സ്റ്റാലിൻ പറഞ്ഞത്. അതോടൊപ്പം ഈ ഒരു മറുപടി നൽകേണ്ട ഒരു ബാധ്യത ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മന്ത്രിക്കാണ്, ആഭ്യന്തര മന്ത്രിക്കാണ് കൃത്യമായി അതിനൊരു മറുപടി നൽകേണ്ടത്. അതോടൊപ്പം ഇതിനുള്ളിൽ ഒരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ നിന്നും, വിജയുടെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, ഇതിനേക്കാളും സൗകര്യമുള്ള നിരവധി സ്ഥലങ്ങളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അല്ലെങ്കിൽ ഈ വരുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പറ്റുന്ന നിരവധി സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന. കാരണം വിജയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 10,000 ആളുകൾ വരുമെന്ന് പറയുന്നിടത്ത് എന്തായാലും അതിന് 5 ഇരട്ടി ആളുകൾ വരും. കാരണം വിജയ് എന്ന ആ ഒരു നടൻ്റെ, വിജയ് എന്ന ആ ഒരു താരത്തിൻ്റെ, നടനേക്കാൾ ഉപരി ആ ഒരു താരത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ വരുമെന്നുള്ളത് നേരത്തെ തന്നെ വിജയ്ക്കും അറിയാമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ഒരു നടപടികളിലൊക്കെ കൃത്യമായൊരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടിയിരിക്കുന്നു, കൃത്യമായൊരു സമയക്രമം പാലിക്കേണ്ടിയിരിക്കുന്നു, നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം എന്നുള്ളത് കോടതിയടക്കം സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയൊരു സ്ഥലം വിട്ട് നൽകുക, അല്ലെങ്കിൽ വലിയൊരു സ്ഥലം വിട്ട് നൽകണം എന്നുള്ളൊരു ആവശ്യമൊക്കെ വിജയ് മുന്നോട്ട് വെച്ചിട്ടുണ്ടാകണം. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഇടുങ്ങിയ സ്ഥലത്ത് നടത്തിക്കോളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് കിട്ടിയത് എന്നാണ് വിജയ്, TVK അധ്യക്ഷൻ വിജയ് കഴിഞ്ഞ ദിവസം ഈ പര്യടനത്തിനിടെ അദ്ദേഹം പ്രസംഗിച്ചത്. അതിലെത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു മറുപടിയൊക്കെ ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് തരുന്നത്. അല്ലെങ്കിൽ വിജയെ സംബന്ധിച്ച് ഏറെ നാളുകളായി DMK സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പോരുകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ ഇത്തരം ആളുകളെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. ആരാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. അതിന് DMK നേതൃത്വം, സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ കൃത്യമായൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ അത്തരത്തിലൊരു മറുപടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട സമയമാണ്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ട സമയമാണ്. ഇതിനെ സംബന്ധിച്ച് പരിക്കേറ്റവരുടെ നില കൃത്യമായി പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു നൽകേണ്ട സമയമാണ്. അതിനെ സംബന്ധിച്ച് സർക്കാരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന പറയുക എന്ന് പറയുന്നത് എത്രത്തോളം അപ്രായോഗികമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിന് കൃത്യമൊരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതാണ്. ഉടനെ തന്നെ അത്തരത്തിലൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പറയാം. കാരണം വിജയ് സൂചിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ സ്ഥലം വിട്ടു നൽകിയില്ല, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്തിന് പകരം ഇത്തരത്തിൽ ആളുകൾക്ക് തിങ്ങി നിൽക്കേണ്ടി വരുന്ന സ്ഥലമൊക്കെ വിട്ടു നൽകി എന്നുള്ള തരത്തിൽ വിമർശനമൊക്കെ വിജയ് ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു മറുപടിയാണ് തമിഴ്നാട് സർക്കാർ കൃത്യമായി നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു 7 മണി വരെ, അതായത് 12 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 7 മണി ആയപ്പോഴാണ് വിജയ് അവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും സമയം അവിടെ നിന്നിരുന്ന ആളുകൾക്ക് വേണ്ട കുടിവെള്ളം എത്തിക്കുക, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചൂടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ അത്രത്തോളം ചൂടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് പൂർണ്ണമായും സുരക്ഷയെ സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം പാർട്ടി അധ്യക്ഷനെ കാണാനായി വന്ന ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതെങ്കിലും ഉള്ള ഒരു കടമ TVK നേതൃത്വത്തിനില്ലേ? അത്തരത്തിലൊരു കടമയൊന്നും TVK നേതൃത്വം ഒന്നും പാലിച്ചിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അത്തരത്തിൽ ഒരു നേതാക്കൾ പോലും, അല്ലെങ്കിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു നേതാവ് പോലും TVK നേതൃത്വത്തിനില്ല. ആകെയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ താരമായ വിജയ് മാത്രമാണ്. അതിന് താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ, അല്ലെങ്കിൽ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിക്കെതിരെ 4 വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു എന്ന് പറയുമ്പോഴാണ് ആ ഒരു ജില്ലാ സെക്രട്ടറിയുടെ പേര് മതിയഴകൻ എന്നാണെന്നത് കൂടി നമുക്ക് മനസ്സിലാവുന്നത്. അതിനപ്പുറത്തേക്ക് TVK നേതൃത്വത്തിൽ ആരൊക്കെയാണ് നേതാക്കൾ എന്നുള്ളത് ഇപ്പോൾ പോലും അറിയില്ല. എന്നാൽ ഇതിനെ ഇപ്പോഴും ബാധിക്കുന്ന നിരവധി ആരാധകർ ഉണ്ടെന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അധ്യക്ഷൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വിജയിയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. പോലീസ് ലാത്തി ചാർജ് നടത്തി ജനങ്ങളെ ഓടിക്കുന്നു എന്നുള്ളതൊക്കെ വാദിക്കുന്ന നിരവധി ആരാധകരുണ്ട്. അതൊക്കെ ഈ ഒരു നിമിഷം എന്തായാലും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായൊരു മറുപടി വരും മണിക്കൂറുകളിൽ എന്തായാലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ TVK നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച എന്ന് പറയുന്നതും ഗുരുതരം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ജനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു നേതാക്കളും TVK നേതൃത്വത്തിന് ഇല്ല ഈ ഒരു നിമിഷം വരെ. അപ്പോൾ നേതൃത്വത്തിൻ്റെ ഒരു നേതൃപാടവം ഇല്ലായ്മയുടെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു ദുരന്തം എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് മേധാവി പറയുമ്പോഴും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സജ്ജീകരണങ്ങളെ സംബന്ധിച്ചൊരു കുറവുണ്ടായിട്ടുണ്ട്. അവിടെ കൃത്യമായൊരു സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, പ്രദേശവാസി പറഞ്ഞതനുസരിച്ച് ഇന്ന് 3000-ഓളം പോലീസുകാർ അവിടെ എത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി. ആ 3000 പോലീസുകാർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നെങ്കിൽ അതിനെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്കൊന്നും പോയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു 15,000 ആളുകൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ 15,000 ആളുകൾ എത്തിയ ഒരു സാഹചര്യത്തിൽ തന്നെ അതിന് കൃത്യമായി നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ച് തിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പോലീസാണ്. സുരക്ഷയെ സംബന്ധിച്ച് അതൊക്കെ കൃത്യമായി ചെയ്യേണ്ടത് പോലീസാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ഇപ്പോഴത്തെ TVK നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും അവിടെ മാഞ്ഞു പോകുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളും അത്രത്തോളം ഗുരുതരമാണ്. ഇപ്പോൾ നിലവിൽ കൂടുതൽ നേതാക്കൾ അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി അഖിലേന്ത്യാ നേതാക്കൾ വരെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് MP പ്രിയങ്ക ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഉദയനിധി സ്റ്റാലിനടക്കം അനുശോചനം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. കവി വൈരമുത്തു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരുപ്പൂറായി മാറി എന്നാണ് വൈരമുത്തു പറയുന്നത്. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, മരണത്തിൻ്റെ അധിനിവേശം കാരണം കരുപ്പൂറായി മാറി എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം നേതാക്കൾ അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രതിനിധികളടക്കം മന്ത്രിമാരടക്കം അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഈ ഒരു മരണസംഖ്യ ഉയരുമോ എന്നുള്ളതും ആശങ്കയൊക്കെ തന്നെയുണ്ട്. നിരവധി പേർ ഗുരുതരമായി തന്നെ ആരോഗ്യനില ഗുരുതരമായി തന്നെ
തുടരുന്നൊരു സാഹചര്യം കൂടിയാണ് രേണുക. അതുതന്നെയാണ് കാളിദാസൻ. പരസ്പരം പഴിചാരുകൾ നടക്കുകയാണെങ്കിലും എന്തായാലും ഇപ്പോൾ മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ്. 9 കുട്ടികളും 17 സ്ത്രീകളും 13 പുരുഷന്മാരുമാണ് നിലവിലിപ്പോൾ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 111 പേർ ചികിത്സയിലാണ്. ആ 4-വരിപ്പാത എന്ന് പറയുമ്പോഴും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. 4-വരിപ്പാതയിൽ തിങ്ങി നിറയുന്ന ജനക്കൂട്ടമാണ്. 10,000 പേരെന്ന് പറയുമ്പോൾ വിജയ് പോലുള്ള ഒരു താരം അവിടെ എത്തുമ്പോൾ ഈ 10,000-ൽ കടക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ്. അതിനനുസരിച്ചൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ദുരന്തം ഇപ്പോൾ ഒഴിവായിരുന്നേനെ എന്ന് തന്നെ പറയാം. എന്തായാലും ആ വിജയ് നിൽക്കുന്ന വാഹനത്തിനു ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളാണ്. മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരിക്കാനിടമില്ലാതെയും നിൽക്കുന്ന ഒരു ജനമാണ് അവിടെ കണ്ടത്. ദാഹജലത്തിനായി ഒരുപാട് പേർ അവിടെ വലഞ്ഞു എന്നതും അറിയാൻ കഴിയുന്നുണ്ട്. ആ 4-വരിപ്പാതയിൽ എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഒരു ആംബുലൻസിന് പോലും കടന്നു വരാനുള്ളൊരു വഴി അവിടെ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ആ റോഡ് മുഴുവൻ ജനങ്ങൾ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ആംബുലൻസിന് പോലും കടന്നു വരാനുള്ളൊരു വഴി അവിടെ ഇല്ല. വിജയ ദൃശ്യങ്ങളിൽ അടക്കം പറയുന്നുണ്ട്, ഒരു ആംബുലൻസിനെ വിളിക്കൂ പെട്ടെന്നെന്ന് പറയുമ്പോൾ ആംബുലൻസ് തക്ക സ്ഥലത്തുണ്ട്, സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടും ആ സ്ഥലത്തേക്ക്, അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ആംബുലൻസിന് വരാനുള്ളൊരു സ്ഥലമില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ തിക്കും തിരക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കൊണ്ടുവരികയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് അരുൺ ജഗദീശനാണ് അന്വേഷണ ചുമതല. കരൂരിൽ നിന്ന് വിമാനം മാർഗം ചെന്നൈയിൽ എത്തിയ വിജയ് ഇപ്പോൾ വീട്ടിൽ തുടരുകയാണ്. എന്തായാലും ഒരു DGP ഇപ്പോൾ പറയുന്നത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ ക്രമീകരണം ഉണ്ടായിട്ടുണ്ടെന്നാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറയാം. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് കാളിദാസനാണ്.